കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്തുന്നുണ്ട് രഹസ്യമായി എന്ന് പറഞ്ഞത്. പക്ഷേ ഇത് രഹസ്യമായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് പിടിക്കപ്പെട്ടാൽ പാകിസ്ഥാൻ്റെ ഗതി എന്താകുമെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ലോക മാധ്യമങ്ങളെല്ലാം തന്നെ ഉയർത്തുന്നത്. ഇത് പിടിക്കപ്പെട്ടാൽ വലിയ രീതിയിലുള്ള വില പാകിസ്ഥാൻ അതിന് നൽകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. സ്വാഭാവികമായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ഇവരുടെ പിന്നിൽ നിൽക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ ഈ ആണവ പരീക്ഷണങ്ങൾ നടത്തി അല്ലെങ്കിൽ അണുവായുധങ്ങളുമായി അതിൻ്റെ പരീക്ഷണം നടത്തുന്ന സാഹചര്യത്തിൽ പിടിക്കപ്പെട്ടാൽ ട്രംപിൻ്റെ ഈ പ്രസ്താവനയൊന്നും തന്നെ അവിടെ നിലനിൽക്കില്ല. ലോകമെമ്പാടുമുള്ള സുരക്ഷാ ഏജൻസികളെ നിലവിൽ ഇപ്പോൾ തന്നെ ഇത് അസ്വസ്ഥരാക്കിയിരിക്കുകയാണ്. 1998 മുതൽ പാകിസ്ഥാൻ ഒരു ആണവ പരീക്ഷണവും സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ട്രംപിൻ്റെ അവകാശവാദത്തിന് ശേഷം നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. പാകിസ്ഥാൻ ഇത് നടത്തുകയാണെങ്കിൽ അന്താരാഷ്ട്ര സമൂഹം എന്തെങ്കിലും നടപടിയെടുക്കുമോ? ഇതിനിടയിൽ പാകിസ്ഥാൻ്റെ ആണവ പരീക്ഷണങ്ങൾ നടത്തി പിടിക്കപ്പെട്ടാൽ ഓരോ മണിക്കൂറും പാകിസ്ഥാൻ കരുണയ്ക്കായി ദാഹിക്കുമെന്നാണ് അവർ പറയുന്നത്. പാകിസ്ഥാൻ്റെ ഈ നീക്കം പാകിസ്ഥാനെ അതിൻ്റെ ഏറ്റവും വലിയ മോശാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുമെന്നാണ് പറയുന്നത്. പോരാത്തതിന് പാകിസ്ഥാൻ നടത്തിയതായി ആരോപിക്കപ്പെടുന്ന ആണവ പരീക്ഷണം ദക്ഷിണേന്ത്യയിലെ ആണവായുധ മത്സരം വർദ്ധിപ്പിക്കും. ആധുനിക GPS സാങ്കേതികവിദ്യയുടെയും ഏറ്റവും പുതിയ ഉപഗ്രഹങ്ങളുടെയും കാലഘട്ടത്തിൽ പാകിസ്ഥാൻ രഹസ്യമായിട്ടൊരു ആണവ പരീക്ഷണം പരീക്ഷിച്ചതായി കണ്ടെത്തിയാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതിൻ്റെ സഖ്യകക്ഷിയായ അമേരിക്കയ്ക്ക് കടുത്ത സാമ്പത്തിക സൈനിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ കഴിയും. കൂടാതെ ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾക്കും യൂറോപ്യൻ യൂണിയൻ അംഗങ്ങൾക്കും ഉടനടി പ്രാബല്യത്തിൽ വരുന്ന കടുത്ത സാമ്പത്തിക സൈനിക ഉപരോധങ്ങളും പാകിസ്ഥാന് മേൽ കൊണ്ടുവരാനായി സാധിക്കും. ഈ രാജ്യങ്ങൾ ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങൾ പാകിസ്ഥാൻ്റെ വിദേശ സഹായം നിർത്തലാക്കും. അതായത് അന്താരാഷ്ട്ര നാണയനിധി IMF, ലോകബാങ്ക് തുടങ്ങിയ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പകൾ ലഭിക്കില്ല. കൂടാതെ പാകിസ്ഥാനുള്ള വ്യാപാരം നിർത്തലാക്കുകയും നിക്ഷേപം നിരോധിക്കുകയും ചെയ്യും. പാകിസ്ഥാനെ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തും. പാകിസ്ഥാൻ്റെ ആണവ പരീക്ഷണങ്ങളെ അപലപിച്ചുകൊണ്ട് ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതി ഒരു പ്രമേയം പാസ്സാക്കുകയും NPTയിൽ ഒപ്പിടാൻ രാജ്യത്തെ നിർബന്ധിക്കുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാൻ കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.